ഇവൻ എന്താ നമ്മുടെ ഗെയിം തെറാപ്പിസ്റ്റ്, ഇങ്ങനെ കുറെ പേരുണ്ട്, ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്. സോ ഇതിന് നീ എടാ പിണ്ണച്ചു പിന്നെ നീ എല്ലാം തൊപ്പിയുടെ അവനെ സപ്പോർട്ട് ചെയ്യുന്ന അവരാ പിണ്ണച്ചു. ഞാനോ ഞാൻ അവനെ സപ്പോർട്ട് ചെയ്യണ ഇതാണെന്നാണോ നിന്റെ വിചാരം? കഴിഞ്ഞ ദിവസം നീ ഇങ്ങനെ അല്ലല്ലോടെ വന്ന് പറഞ്ഞ ചാറ്റില്, കഴിഞ്ഞ ദിവസം നീ ഇങ്ങനെ അല്ലല്ലോടെ വന്ന് പറഞ്ഞേ തൊപ്പി വന്ന് ലൈവ് ഇട്ട് കഴിഞ്ഞാൽ എന്റെ കരിയർ എൻ്റെ ആയി പോവും എന്നൊക്കെയാണല്ലോ പറഞ്ഞത്. ഇപ്പൊ എന്താ ഞാൻ തൊപ്പിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളായോ? ബ്രോ, എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇനി റേജ് വെയിറ്റിന്റെ പുറത്ത് എന്നെ കൊണ്ട് വേറെ ഒന്നും പറയിക്കണ്ട. എനിക്ക് ഇത്രയും കാര്യങ്ങളെ ഇതിനകത്ത് പറയാനുള്ളൂ ഗൈസ്. മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് മനസ്സിലാക്കാം. ഇതിന്റെ അപ്പുറത്തോട്ട് വേറെ ഒന്നുമില്ല. MRC എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷനിലുള്ള 2 പേർക്ക് അവർക്ക് അവരുടെ കാര്യങ്ങൾ പറയാൻ ഒരു പ്ലാറ്റ്ഫോം ഇല്ലാത്തത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ലൈവിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞത്. മനസ്സിലായോ? ഇന്ന് എൻ്റെ ലൈവിൽ വന്ന് കാര്യങ്ങൾ പറഞ്ഞത് അവർ അശ്വിൻ ചേട്ടനൊക്കെ അങ്ങനെ സംസാരിച്ച് ശീലമുള്ള ഒരാളല്ല. അതുകൊണ്ട് അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ പറഞ്ഞു. ആൻഡ് ബാക്കി ഡിസിഷൻസ് അവരെടുക്കും. ഈ ടാഗിൽ ഇനി പോക്കൃത്തരം കാണിക്കാൻ സമ്മതിക്കത്തില്ല. നീയൊക്കെ ഇത് ഗോകുവിന്റെ ലൈവിൽ പറഞ്ഞപ്പോൾ അതിന്റെ അടിയിൽ കമന്റ് സെക്ഷനിലൊക്കെ വരുന്ന ഉണ്ടായിരുന്നു, ഈഗിൾ മെയിൻ ആവാൻ നോക്കുക. അതാണ് മെയിനാടാ, അതേ മെയിനാടാ, MRCയുടെ മെയിൻ ആണടാ. ഞാൻ എന്റെയൊക്കെ എല്ലാ അണ്ണന്മാരും കയറുന്നതിന് മുമ്പേ എന്റെ തലയ്ക്ക് മേഖലയിൽ കയറിയ പേരാടാ അത്. നീയൊന്നും ആ സമയത്ത് ചിലപ്പോൾ ജനിച്ചിട്ട് പോലും ഉണ്ടാവില്ല. 8 വർഷം മുമ്പ്. നിനക്കൊക്കെ ഇപ്പൊ 8 വയസ്സ് 9 വയസ്സല്ലേ ഉള്ളൂ. ആ സമയത്ത് കൈക്കുഞ്ഞായിരുന്നു നീ. അല്ല, ആ സമയത്ത് ഇവന്മാര് കൈക്കുഞ്ഞായിരുന്നു ജോക്കി. അതാ മനസ്സിലാവാത്തത്. കൈക്കുഞ്ഞായത് സമയത്ത് ഇതൊന്നും തിരിച്ചറിയാനുള്ള ബോധമില്ലല്ലോ. ഇപ്പൊ 8 വയസ്സ് 9 വയസ്സായപ്പോഴല്ലേ കാര്യങ്ങൾ മനസ്സിലായി. ആ സമയത്ത് ഞാൻ MRCയിൽ ഉണ്ടായിരുന്നു. ജെട്ടി പോട്ട് ടയർ ഓട്ടിട്ട് ഇരുന്നിരുപ്പാണ്ടാ. അതെ. അപ്പൊ അത്രേ ഉള്ളൂ ഗൈസ്, അത്രേ ഉള്ളൂ പറയാൻ. ഇതൊന്ന് പറയണം തോന്നി. ദാറ്റ്സ് ഇറ്റ്. കുറച്ച് പേര് ഉള്ള മറുപടി ഇതിൽ നിന്ന് ഉദ്ദേശിക്കുന്നു. ബാക്കി ഈ നടന്ന ഇപ്പൊ 2-3 ദിവസമായിട്ട് നടന്നതിനൊന്നും മറുപടി പറഞ്ഞ് മറ്റേ ഇതാക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കല്ല, അത് കേരള പോലീസിനാ. അവരത് ഏറ്റെടുത്ത് ചെയ്യണം. അത് അവർ ഏറ്റെടുത്ത് ചെയ്യണം. ദാറ്റ്സ് ഇറ്റ്. അപ്പൊ അത്രേ ഉള്ളൂ. കോൺട്രവേഴ്സി കേൾക്കാൻ വന്നവർക്കൊക്കെ പോവാം. എനിക്ക് സമാധാനം വേണം. കോച്ച് ജോക്കി, എന്താ പരിപാടി? എന്തോ പരിപാടി ഒന്നുമില്ല. ഓട്ടുപോമാ നമുക്ക് വണ്ടി ഓടിക്കുന്നു. അതെ. അല്ല, ഞാൻ ആർപി കയറില്ല. ഞാൻ ആർപി കയറത്തില്ല. ഞാൻ നാളെ തൊട്ട് മറ്റേ ജെയിംസ് ബോണ്ട് സ്ട്രീം 2 ദിവസം ചെയ്യും. ചെയ്തതിന് ശേഷം ഞാൻ ആർപി കയറത്തുള്ളൂ. ഈ മൈൻഡ് സെറ്റ് ഇല്ല, ആർപി കയറാനുള്ള മൈൻഡ് സെറ്റ് ഇല്ല സത്യമായിട്ട്. നാളെ എന്തോ ചോക്കി ആർക്കും ഇല്ല ഇപ്പൊ കുറച്ച് ദിവസത്തേക്ക് ആർപി കയറാനുള്ള മൈൻഡ് സെറ്റ്. സൈക്കോ എന്തിനാ പറയണ ചാറ്റില്? സൈക്കോ എന്ത് ചെയ്താലും സൈക്കോ ഒന്നും വലിച്ചിടല്ലേ ദൈവം ഇതിനകത്തോട്ട്. സൈക്കോ ഒരു വീഡിയോ ഇട്ട് ഇൻസ്റ്റയിൽ, അതാ പറയണത്. എടാ, അതിനെ കുറിച്ചൊന്നും അല്ല പറഞ്ഞേ. സൈക്കോയുടെ വീഡിയോ പിടിച്ചുറ്റിയൊന്നും അല്ല പറഞ്ഞത്. ഞാൻ അതിനെ പറ്റിയൊന്നും അല്ല പറഞ്ഞേ. സൈക്കോ വീഡിയോ ഇട്ടത് എന്താ, സ്ട്രീമിങ്ങിന്റെ ശൈലി മാറി മറ്റേ ഇത് കളി കേൾക്കുന്നില്ല. അതിനെ പറ്റിയല്ല ഞാൻ പറഞ്ഞേ. അതിനെപ്പറ്റി അല്ല പറഞ്ഞേ. ബ്രോ, ഡിസ്കോഡ് ഞാൻ നോക്കുന്നില്ല ബ്രോ. ഡിസ്കോഡ് എടുത്താലും ഈ പറയണ കുറെ ഇഷ്യൂസ് മാത്രമായിരിക്കും അവിടെ കൊണ്ടുവന്ന് ഇട്ടേക്കുന്നത്. മനസ്സിലായ? എനിക്ക് അതിനോട് താല്പര്യമില്ല. എനിക്ക് അതിനോട് ഇപ്പൊ ഈ ഒരു സമയത്ത് സംസാരിക്കാനുള്ള താല്പര്യമില്ല. എല്ലാം അതായിരിക്കും, മൊത്തം അതും എല്ലാം ആയിരിക്കും കൊണ്ടുവന്നിട്ടേക്കുന്നത്. മനസ്സിലായ? അതുകൊണ്ട് വെറുതെ ഡിസ്കോഡ് നോക്കിയിട്ട് വെറുതെ അനാവശ്യ കാര്യത്തിൽ അത് പോയി ഇടാനുള്ള താല്പര്യമില്ല. ഇന്ന് സ്ലോട്ട് മാറ്റിയിടണം അല്ലേ? ഇന്ന് പിന്നെ സ്ലോട്ടിലിടണം. കീരിയ സ്ലോട്ടിലിടണം. മമ്മി വിളിക്കുന്നല്ലോ. ഹലോ, ലൈവ് ഇട്ടേക്കുവാണല്ലോ. ലൈവിലാണല്ലോ ഞാൻ. കിക്ക് എടുത്ത് നോക്ക്. ഭയങ്കര പ്രശ്നങ്ങളൊക്കെ നടക്കുക. പെട്ടെന്ന് എടുത്ത് നോക്കൂ. ശരി. മമ്മി ഇതൊന്നും ലൈവ് കണ്ടില്ല. എന്തിന് പറയാൻ. ഇടാ എല്ലാരും സ്ലോട്ട് ഇട്ടാ നാളെ രാത്രി 12 മണി വരെ ഉണ്ട് കൈ സമയം. ചിൽ. സ്ലോട്ടിൽ ഇട്ടോളാം. ഞാൻ അത് മറ്റേ ID ഒക്കെ കോപ്പി ചെയ്യണം. മമ്മി മിസ് ചെയ്ത് കേട്ടോ. മമ്മി ഇത് മിസ് ചെയ്ത്. ആയി മമ്മിന്ന്. MRC സ്പ്ലിറ്റ് ആയി. ബ്രോ, കുറ്റം പറയാൻ പറ്റത്തില്ല ബ്രോ. നിങ്ങൾക്ക് കുറ്റം പറയാൻ പറ്റില്ല. ഞാൻ പറയാം. കഴിഞ്ഞ ദിവസം ഷെയ്ഖൊക്കെ വീട്ടിൽ വന്നില്ലായിരുന്നോ? അന്നും ഷെയ്ഖൊക്കെ ഈ പ്രശ്നങ്ങൾ അറിയുന്നതിന് മുമ്പ് MRCക്ക് വേണ്ടി സംസാരിച്ച ആൾക്കാരാ. ഞാൻ എന്തൊക്കെ പറഞ്ഞാലും RP ഗ്യാങ്ങിനകത്തുള്ള അടിയും വഴക്കൊക്കെ അവിടെ നിന്നോട്ടെ. ഇനി അവർ ഗ്യാങ് തുടങ്ങിയാലും നമ്മൾ അടിയാവും, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ ഒരു കാര്യം പറയാം. ഇങ്ങനൊരു സമയത്ത്
ഇങ്ങനെ ഒരു സമയത്ത് ഫാമിലിയുടെ റെപ്യൂട്ടേഷൻ നോക്കി ആ ഗ്യാങ്ങിൽ നിന്ന് ഇറങ്ങിയ ആൾക്ക് അപ്രീസിയേഷനെ കൊടുക്കാനുള്ളൂ. എല്ലാവർക്കും ഗെയിം മാത്രമല്ല വലുത്, പുള്ളിക്ക് ഫാമിലി ഉണ്ട്, പുള്ളിക്ക് ഇനി കല്യാണം വരുന്നു. അതിനകത്ത് കോഹ്ലിയുടെ അവനും കല്യാണമൊക്കെ വരുന്നു, കാർത്തിക്കിന് അതായത് മാക്കിന് അവന്റെ കല്യാണം വരുന്നു, അവന്റെ ഫാമിലി വരുന്നു. സോ ഇങ്ങനെ ഇത്രയും അലിഗേഷൻസ് ഉള്ള ഒരു ഗ്യാങ്ങിനെ റെപ്രസെന്റ് ചെയ്ത് കളിക്കാൻ എത്ര പേര് നിൽക്കും? ഇതിനെ നിങ്ങൾ RP ചെയ്ത സെൻസിൽ എടുക്കല്ലേ, ഔട്ട് ഓഫ് ദ RP ഇതിന്റെ വെളിയിലോട്ട് തിങ്ക് ചെയ്യ്. അവന്മാര് ഈ ടാഗ് ഇട്ട് വെളിയിൽ നടക്കുമ്പം വെളിയിൽ MRC ഷെയ്ക്കല്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇപ്പൊ ഉളിപ്പാണ് എല്ലാവർക്കും. ഇപ്പൊ അതിന്റെ ഓണർ പറഞ്ഞു കേട്ടോ, നിങ്ങള് അവൻ അത്ര ഹാർഡ് വർക്ക് ചെയ്ത് കൊണ്ടുവന്ന ഒരു സാധനത്തിന്റെ പേര് അവന്റെ തലയ്ക്ക് മുകളിൽ ഇപ്പൊ വെളിയിൽ ഈ പ്രശ്നങ്ങൾ വെച്ച് കേൾക്കുമ്പം അവർക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് ബ്രോ മനസ്സിലാക്കുക. അതൊക്കെ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവും. അതൊന്നും ഒരിക്കലും ഒരു സ്പ്ലിറ്റപ്പിന് ഞാൻ ഷെയ്ക്കിന്റെ ഇന്നത്തെ സ്റ്റോറിയും കണ്ടായിരുന്നു. ഈഗോ ആണെന്ന് എന്തോ ആരോ ലൈവിട്ട് പറഞ്ഞു എന്നൊക്കെ പറഞ്ഞു. ഉള്ള സമയത്ത് അവരൊക്കെ എന്തോരം നമുക്ക് ഞാൻ എന്തൊക്കെ പറഞ്ഞാലും ആ MRCക്ക് വേണ്ടിയിട്ട് നമ്മളടക്കം ഞാനടക്കം എന്തോരം അവരാജിച്ചിട്ടുണ്ട് പുള്ളിയൊക്കെ. അതൊക്കെ പുള്ളി കേട്ടോണ്ട് നിന്നില്ലേ ഇത്രയും നാള്? അല്ല ഇത്രയും നാള് കേട്ടോണ്ട് നിന്നില്ലേ? അതിന്റെ നന്ദിയെങ്കിലും കാണിക്കുക നിങ്ങൾ MRC ഓഡിയൻസ് ആയിട്ട് നിന്നവന്മാര്. എന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം പോയെന്ന് പറഞ്ഞിട്ട് പുള്ളിയെ പോയിട്ട് അവരാധിക്കാതെ ഈ MRCക്ക് വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ തെറിവിളി കേട്ടിട്ടുള്ള 2 പേരാണ് അവര്. ഏറ്റവും കൂടുതൽ പറയാതിരിക്കാൻ വയ്യ. സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ആ നന്ദിയെങ്കിലും കാണിക്കും തിരിച്ച്. അവർ പുള്ളിയുടെ ഫാമിലി കൺസേൺ ആയിട്ട് ഇറങ്ങുമെന്ന് പറഞ്ഞാൽ അത് റെസ്പെക്ട് ചെയ്യാനുള്ളൊരു ബേസിക് ഇത് കാണിക്കും. അപ്പൊ നമുക്ക് കുറച്ചു നേരം വണ്ടി ഓടിച്ചാലോ? എന്തു പറയുന്നു? ഗോട്ടിനെ വിളിക്കോ? ഗോട്ടിനെ കാസ്ട്രോ വിളിക്കണെന്ന് പറഞ്ഞു. കാസ്ട്രോ വരുന്നതാ? ആ വരുന്നു, എന്നെ വിളിച്ചായിരുന്നു.